അമ്മയോടെ അമ്മയുടെ വീട്ടുണ്ട്. ഇവാ എല്ലാം കഴിച്ച രാവിലെ നീ ഇതുവരെ കഴിച്ചില്ലേ? അപ്പൊ നമുക്ക് രണ്ടും കൂടെ പോയി പോഷകാഹാരങ്ങൾ കഴിക്കാം. കമാൺ. ഓ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ മാമന്റെ വീട്ട് മുട്ടനാവണ്ടേ? പെട്ടെന്ന് മുട്ടനായാലോ ഇടിക്കാൻ പറ്റും കുളിപ്പ്. വേണ്ട വേണ്ട വേണ്ട, അവൻ ഈ പരുവത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ മതി. നിനക്കാണ് കഴിക്കണ്ടേ, നീ പോയി കഴിക്കുക. എനിക്കുള്ളത് ഞാൻ കൃത്യമായിട്ട് കഴിച്ചിട്ട് പാടാ. അമ്മൂമ്മയുടെ ഓരോ കാര്യം പറയാനായ എന്റെ ദൈവമേ, പാവോ. ഉണ്ണി കണ്ണ പാപ്പം തിന്നാ ചേട്ടത്തി ആരുമില്ലേ? പട്ടാപ്പകല് കഥവും തുറന്നിട്ട് അവിടെ ഇവിടെ പോയിരിക്കുക. കള്ളം വന്ന് കയറിയാ പോലും അറിയത്തില്ലല്ലോ. കള്ളം വന്ന് കയറി നിൽക്കുമല്ലോ. ഇതിലും വലിയ കള്ളൻ ഇനി ഏതാ ഉള്ളത്? വിശന്ന് പൊരിഞ്ഞു വരുമ്പോ ഇമാതിരി നിലവാരമില്ലാത്ത കോമഡി പറഞ്ഞ വിശപ്പ് കെടുത്തരുത്. പെട്ടെന്ന് എടുത്തോ. നിനക്ക് ഇത്ര വിശപ്പ് എന്താ? എന്റെ കൊച്ചു കഴിച്ചിട്ടില്ല, അവന് വിശക്കണില്ലല്ലോ അല്ലേ പൊന്നെ? അത് പറഞ്ഞു അവനും വിശക്കുന്നു. പെട്ടെന്ന് എനിക്ക് വിശക്കണില്ല അമ്മ, എനിക്ക് വേണ്ട. അയ്യോ അങ്ങനെ പറയുന്നത്. എന്റെ മക്കള് കഴിക്കണേ. വേവിച്ചില്ല, ഒരു മണം വരുന്നില്ല. സാമ്പാർ താളിക്കാനുണ്ട് ഇനി. സാമ്പാർ താളിക്കാനോ? പെട്ടെന്ന് താളിച്ചെടുക്ക ഉണ്ണിയെ, വിശക്കണു. ഇത് എന്താണ്? നിന്റെ വയറ്റിൽ വല്ല കൊക്കോപ്പുഴും ഉണ്ടോ? ഇവിടുത്തെ ഓരോ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വണ്ടി പോലെ ഓടിക്കുമ്പോ വിശപ്പ് വരും. അല്ല ഒന്ന് നിർത്തിക്കേ. ഇവിടത്തെ ഇന്ന് എന്താവശ്യത്തിനാ നീ പോയത്? ഞാൻ നിന്നെ ഒരു കാര്യത്തിനും വിട്ടില്ലല്ലോ. ചുമ്മാ അമ്പലക്കാളനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് എന്റെ കുറ്റമല്ല. അമ്പലക്കാളെ ആ കേക്കണം. മേലിന്ന് ഒരാൾ പറഞ്ഞു എന്തോ പൂച്ച, ഒമ്മൻ പൂച്ച എന്ന് പറഞ്ഞു. ഇവിടെ കാളയെന്ന് പറയുന്നു. അത് അമ്മൂമ്മയാ. അമ്മ പൂച്ച കള്ളപ്പൂച്ച നടക്കണ കണക്കായി പോയി. അവിടെ വേറെ എന്തെല്ലാം കാര്യം പറഞ്ഞിട്ട് ഇത് മാത്രം നിന്റെ ചെവി കേട്ടുള്ളൂ. അതാണ് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത് കേട്ടാ. ക്ലീറ്റ മച്ചമ്പിയുടെ പിള്ളയില്ലേ? എന്താന്ന്? ക്ലീറ്റ മച്ചമ്പിയുടെ മച്ചമ്പിക്ക് എന്തോ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഉണ്ടെങ്കിലും ഇച്ചിരി കൂടുതലേ ഉള്ളു. എല്ലാം ബുദ്ധി ഒരു കുഴപ്പമില്ല കേട്ടോ. ക്ലീറ്റ മച്ചമ്പി നല്ല ക്ലീൻ ആയിട്ടുള്ള ആളാണ്. ക്ലീൻ കഴിക്കാൻ എടുക്കും. നീ നല്ല വിശപ്പുണ്ട്. കുഞ്ഞേ അമ്മ നിനക്കും കൂടി എടുക്കുവാണേ. വേണ്ടേ? വേണ്ടെന്ന് പറഞ്ഞത് അമ്മ നിനക്കും കൂടി എടുക്ക. എന്നും ഈ 5 രൂപയുടെ മഞ്ചിന്റെ കൂട്ടിരുന്നാ മതിയോ? ഓല് കിൻഡർ ജോയ്യുടെ എന്റെ കൂട്ടൊക്കെ വലുതാവണ്ടേ? കഴിക്കണം. എനിക്ക് റൊണാൾഡോ അവനെ പോലെ ആവണ്ട, എനിക്ക് എന്റെ ഡാഡിനെ പോലെ ആയാൽ അതാ നല്ല. അങ്ങനെ തന്നെ ആവണം. സകല ഉടായ്പും പഠിച്ചിട്ട് ഒരു ജോലിക്കും അത് വെള്ളം എടുക്കണം. അതാന്ന് കരുത്. അങ്കിളോട് ബുദ്ധി വെച്ച് കളിക്കണം. ഒന്നുമില്ല. എടാ നിനക്ക് പഞ്ചസാര വേണം സാമ്പാർ വേണം? പഞ്ചസാര. അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. മുട്ട ഒഴുകാനോ? എന്താ? എടാ ആ അൻസാർക്കാനെ എങ്ങനെ നീ വഴിയിൽ വെച്ച് എങ്ങനെ കണ്ടോ? ഇല്ല, വർഷോപ്പിലോട്ട് പോകുമ്പോ കാണും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലീറ്റോനെ ഒന്ന് അത്യാവശ്യമായിട്ട് വിളിക്കാൻ പറ. ക്ലീറ്റോ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നോ എന്തോ കാര്യം പറയാനുണ്ടെന്ന് എന്തോ പറഞ്ഞു. എന്താ കാര്യം പറയാനുണ്ടെന്നോ പറഞ്ഞു. എന്ത് കാര്യമെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് ഈ പാർട്ടിയുടെ കാര്യം കേട്ടാ ഈ ദേഷ്യം വരും. എനിക്കൊന്നും അറിയാനും പാടില്ല അതിനെപ്പറ്റി. കടയിൽ നിന്ന് വല്ലതും മേടിക്കാണ്ട പറയണേ, ഞാൻ വർഷോപ്പിലോട്ട് പോവാ. വൈകിട്ടേ വരും. വർഷോപ്പിലോട്ട് പോകുമ്പോ അതൊന്ന് പറഞ്ഞാ മതി. ഒന്നും മേടിക്കാനില്ലേ? സാമ്പാർ ഇപ്പൊ കൊണ്ടുവരാവേ. നീ വരണേ, എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് വരണേ കേട്ടാ. സ്കൂളിൽ ഇപ്പൊ നിനക്ക് വയറുവേദന, നിനക്ക് വയറിളക്കൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല. ഇപ്പൊ തരാ ഒന്ന് മൂടിയിരിക്കട്ടെ ഇച്ചിരി നേരം. പഞ്ചസാര തട്ടുകടേ. അവന് ഇഡലി പഞ്ചസാര മുക്കി തിന്നണതാ ഇഷ്ടം. എടുക്കട്ടെടാ, ഒരു മിനിറ്റടാ. എന്നെ കറക്കറിയോ? എനിക്കറിയാം. നല്ലൂനെ സൈനം പഠിപ്പിക്കും. നിന്നെ പഠിപ്പിക്കത്തിലുണ്ടാവും. എന്നെ ഡാഡി പഠിപ്പിച്ചു. ഡാഡി പഠിപ്പിക്കും. പഠിച്ചാൽ മതി കേട്ടോ.